നമസ്കാരം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ രണ്ടാം വാർഷികം ആഘോഷിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ക്ലോസ് എൻകൗണ്ടറിൽ. വളരെ നന്ദി ശ്രീ ഉമ്മൻചാണ്ടി ക്ലോസ് എൻകൗണ്ടർ അനുവദിച്ചതിന്. UDF സർക്കാർ 2 വർഷം പിന്നിടുമ്പോൾ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടതുണ്ടോ ജനങ്ങൾ? ചില പദ്ധതികൾ അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം ഉയർത്തി വന്ന സർക്കാർ കുറെ കൂടി പതുക്കെയായി പോകുന്നത് പോലെ തോന്നുന്നു. LNG പൈപ്പ് ലൈൻ പദ്ധതി, അതുപോലെ തന്നെ തെക്ക് വടക്ക് പാത, അതുപോലെ തന്നെ അതിവേഗ റെയിൽ കോറിഡോർ, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി, ഇതൊക്കെ എന്തുകൊണ്ടാണ് വൈകുന്നത്? മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി വൈകി എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കും. കഴിഞ്ഞ 2 വർഷവും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചത് അതിനൊരു പരിഹാരം കണ്ടെത്താനാണ്. പക്ഷേ ആ കാര്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് നീങ്ങുന്നു. മുഖ്യമായ കാരണം നമുക്കൊരു സക്സസ്ഫുൾ മോഡൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനില്ലാതെ പോയി. തുടങ്ങിയതെല്ലാം പരാജയപ്പെട്ടു, വർഷങ്ങളായിട്ട് തുടങ്ങിയതെല്ലാം. അപ്പോൾ ഒരു ക്രെഡിബിലിറ്റി ലോസ് വന്നു. ഗവൺമെൻറ് പറഞ്ഞാലും ഉദ്യോഗസ്ഥർ പറഞ്ഞാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറഞ്ഞാലും ഒന്നും നേരെയാവില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും അതുകൊണ്ട് ശക്തമായ എതിർപ്പ് എല്ലാ ഭാഗത്തും ഉണ്ടാകുകയും ചെയ്തു. വിളപ്പിൽശാല ഉണ്ടായ എതിർപ്പ് എല്ലാവർക്കും അറിയാം. അപ്പം പുതിയ ടെക്നോളജി ഉണ്ട്. പുതിയ ടെക്നോളജി ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടില്ലാതെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ടെക്നോളജി ഐഡൻറ്റിഫൈ ചെയ്തു. ചില സ്ഥലങ്ങളിലെങ്കിലും അത് പ്രവർത്തിച്ച് അതിൻ്റെ റിസൾട്ട് കാണിച്ച് അതിലൂടെ ജനവിശ്വാസം ആർജിച്ച് ബാക്കിയുള്ളിടത്ത് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണുള്ളത്. അതിനകത്ത് താമസം വന്നു എന്ന് പറഞ്ഞാൽ, വീഴ്ച വന്നു എന്ന് പറഞ്ഞാൽ ഞാനത് പൂർണ്ണമായിട്ടും സമ്മതിക്കും. മറ്റു പറഞ്ഞ പദ്ധതികൾ അത് റെയിൽ കോറിഡോർ, ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ വികസനം, പൈപ്പ് ലൈൻ, ഇത് മൂന്നും ഈ ലാൻഡ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ ഡിലേ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ എല്ലാവരുടെയും കൂടി ഒരു അംഗീകാരത്തോടു കൂടി തർക്കമില്ലാതെ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സംഘർഷം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതുവരെ നടത്തിയ സമ്മർദ്ദമൊന്നും ഹൈവേ അവർ അലൈൻമെൻറ്റ് മാറ്റുന്നതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ അതേ സമയത്ത് ജനങ്ങൾ കുറേ സഹകരിച്ച് വരുന്നുണ്ട്. അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതി ഇപ്പോൾ ഉണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രധാന കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്തു. അവരാരും തന്നെ എതിർത്തില്ല, അംഗീകരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഇത് പ്രായോഗികമാണോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം? 1,25,000 കോടി രൂപയാണ് അതിൻ്റെ. പണം അല്ല പ്രശ്നം. പണം നമുക്ക് പല സോഴ്സിൽ കൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതേസമയം അത് കേരളത്തിൻ്റെ വികസന രംഗത്തൊരു വലിയ മാറ്റം ഉണ്ടാകും എന്നാണ് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഒരു ഭയം ഇത് സംബന്ധിച്ചുള്ളത് നിൽക്കുക, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വളരെ സഹായകരമായ നിലപാടാണ്. അവർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരിക്കുക, മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കും. ചില പരിപാടികൾ ആരെല്ലാം എതിർത്താലും ഗവൺമെൻറ് നടപ്പാക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ആറന്മുള വിമാനത്താവളം. പാർലമെൻറ്റ്, നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റികൾ അതിനെതിരാണ്. മിച്ചഭൂമിയാണെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നെൽവയൽ നികത്തിയതാണ് എന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ മേൽ ആക്ഷേപമുണ്ട്. ഏതെല്ലാം കോണുകളിൽ നിന്ന് വിമർശനമുണ്ടായാലും ഇത്തരം പദ്ധതികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പൊതു താല്പര്യമുള്ള, കേരളത്തിന് മുഴുവൻ ആവശ്യമുള്ള പദ്ധതികൾ ഗവൺമെൻറ് മെല്ലെ പോവുകയും. എന്താണ് ഇതിൻ്റെ ഒരു സൂത്രം? ഞങ്ങൾ ആറന്മുള ഒരാളുടെ ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ല. മറ്റു സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കാൻ പോകുമ്പോൾ ഭൂമിയുടെ ഉടമസ്ഥർ പറയുന്ന എതിർപ്പുകൾ ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് ഈ കാര്യം. ആറന്മുള മുഴുവൻ ഭൂമിയും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഏറ്റെടുത്തു. കഴിഞ്ഞ ഗവൺമെൻറ് നികത്താൻ അനുമതി കൊടുത്തു. മുഴുവൻ അനുമതിയും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് കൊടുത്തത്. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റ് ഈ ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തത് ശരിയാണെങ്കിലോ? പരിസ്ഥിതി കമ്മിറ്റികൾ പറയുന്നത് ശരിയല്ല എന്നാണ്. അല്ല, അത് ഇപ്പം നെടുമ്പാശ്ശേരി വന്നപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ. നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ എതിർത്തിട്ടില്ലല്ലോ. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തില്ലേ? ഉണ്ട്. അന്ന് പരിസ്ഥിതി കമ്മിറ്റി അന്നില്ല. നെടുമ്പാശ്ശേരി വരുന്ന സമയത്ത് പരിസ്ഥിതി കമ്മിറ്റി നിയമസഭയ്ക്കില്ല. അതിനുശേഷമാണ് പരിസ്ഥിതി കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവർ വന്ന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരത്തെ നടന്നു കഴിഞ്ഞു. ഭൂമി നികത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗവൺമെൻറ് എടുത്ത ഒരേ ഒരു തീരുമാനം, ആ എയർപോർട്ടിൽ 10%
ഗവൺമെൻറ് ഷെയർ എടുക്കാൻ തീരുമാനിച്ചു. 10% ഗവൺമെന്റ് ഷെയർ എടുക്കുമ്പോൾ സംഭവിക്കുന്നത് അവർ ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ എല്ലാം തന്നെയും വെള്ളപൂശുകയും ഇനി അവർക്ക് എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടത്താനുണ്ടോ അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നതിനർത്ഥമില്ല. കഴിഞ്ഞ ഗവൺമെൻറ് എല്ലാത്തിനും അനുമതി കൊടുത്താൽ പിന്നെ എന്താ നിയമവിരുദ്ധം? ഇപ്പം മിച്ചഭൂമിയുടെ കാര്യം പറഞ്ഞു. മിച്ചഭൂമി സാങ്കേതിക പ്രശ്നമാണ്. 15 ഏക്കറിൽ കൂടുതൽ ആരുടെ കൈവശം ഉണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അനുമതി നേടിയിട്ടില്ലെങ്കിൽ അത് മിച്ചഭൂമിയായിട്ട് അത് സാങ്കേതികമായിക്കോട്ടെ. 100 ഏക്കർ വയൽ നശിപ്പിക്കുക, അത് നികത്തി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ആ നികത്തിയ വയലിന് അതിനകത്ത് നിന്ന് മണ്ണ് മാറ്റി രണ്ടാമത് ഇതാക്കാൻ പറ്റുമോ? ഇതാണോ ഗവൺമെന്റിന്റെ സമീപനം? നികത്തിപ്പോയി പരിസ്ഥിതിക്ക് വിരുദ്ധമായി ഒരാൾ നികത്തുക എന്ന് പറയുമ്പോൾ അത് നികത്തിപ്പോയി എന്ത് ചെയ്യുക, അത് വീണ്ടും ഇത് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സമീപനം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്? അത് വളരെ നിർഭാഗ്യകരമായ ഒരു കമന്റ് അത് അടിച്ചത്. ഇവിടെ ഒരു നിയമമുണ്ട്, ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരം ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ട് അവർക്ക് അത് നികത്താൻ അനുമതി കൊടുത്തു. എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിച്ച് നികത്തിയത് ഈ ഗവൺമെൻറ് വന്നിട്ട് അത് തിരുത്താൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ എന്ത് നടക്കും? ഓരോ ഗവൺമെൻറ് മാറി വരുമ്പോഴും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇടപെടാം. നിയമാനുസൃതം ഇടപെട്ട കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെ ഈ ഇന്നത്തെ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട്. ഗവൺമെൻറ്റിന് ഒരു ഏരിയ വേണമെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാം. അവിടെ നികത്താൻ ഗവൺമെൻറ്റിന് അനുമതി കൊടുക്കാം പൊതു ആവശ്യങ്ങളാണെങ്കിൽ. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഈ ഗവൺമെൻറ് വന്നിട്ട് 1 സെൻറ്റ് ഭൂമി നികത്താൻ അനുമതി കൊടുത്തു. ഇന്നത്തെ മുഖ്യമന്ത്രി പറയുന്നു കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളാണ്, അത് ഈ ഗവൺമെന്റ് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മുഖ്യമന്ത്രി പറയുന്നു അന്നത്തെ വ്യവസായ മന്ത്രി ചെയ്തതാണിത്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അതിന് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഒരു മന്ത്രി ചെയ്തതിന് ചെയ്യാൻ പറ്റുമോ? മുഖ്യമന്ത്രി എഴുതി ഒപ്പിട്ട് കൊടുത്ത കള്ളാസ ഞങ്ങൾ നിയമസഭയിൽ ഹാജരാക്കിയത്. അദ്ദേഹത്തിന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? ഈ ഭൂമി പോക്കുവരവ് നടത്തി അതിൻ്റെ മേൽ അനന്തര നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് മുഖ്യമന്ത്രി എഴുതിയിരിക്കുന്നത്. അത് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണോ? അല്ലല്ലോ. അതിരപ്പള്ളി പദ്ധതിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് എന്താണ് ആലോചിച്ചത്? പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് വികസനം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, വികസനം ഇന്നത്തെ ആവശ്യമാണ്, പരിസ്ഥിതി സംരക്ഷണം നാളത്തെ തലമുറയുടെ ആവശ്യമാണ്. അപ്പം യാഥാർത്ഥ്യബോധമുള്ള പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ്, ഒരു സമവായത്തിൻ്റെ ഒരു സമീപനമാണ് വികസന രംഗത്ത് വേണ്ടത്. അതിരപ്പള്ളി സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതിയുടെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് പരിസ്ഥിതിക്കെതിരാണ് എന്നൊരു ചിന്താഗതിയും ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പരിസ്ഥിതിയെ സാരമായി ബാധിക്കാത്ത വിധത്തിൽ ആതിരപ്പള്ളി പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്ന് പരിശോധിക്കണം എന്ന അഭിപ്രായമാണ് ഉള്ളത്. ഈ കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ടിലും ആ രീതിയിലുള്ളൊരു സമീപനം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രായോഗികത പഠിക്കണമെന്ന് കസ്തൂരിരംഗൻ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നുണ്ടോ എന്ന് അതൊക്കെ ആകാം. ഞാൻ പറഞ്ഞല്ലോ, പരിസ്ഥിതിയെ സാരമായി ബാധിക്കാത്ത വിധത്തിൽ ഒരു വയബിൾ പ്രോജക്റ്റായിട്ട് ഇത് കൊണ്ടുവരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് വേണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഗവൺമെൻറ് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് വീണ്ടും ആതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ വികാരം എന്നറിയിച്ച് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കും. തുറമുഖ വികസനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വിഴിഞ്ഞം പദ്ധതി ഇപ്പോഴും നാം അതിൻ്റെ പാരിസ്ഥിതികാഘാത പഠനത്തിലാണ്. വല്ലാർപാടം ഗവൺമെൻറ്റിന് ഒരു പരിധിവരെ ചെയ്യാൻ കഴിയുന്ന, അഴീക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് അവിടെ കിടക്കുകയാണ്, പക്ഷേ നമ്മളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്? ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. കോസ്റ്റൽ ട്രാൻസ്പോർട്ടും ഇൻലൻഡ് വാട്ടർ നാവിഗേഷൻ പദ്ധതിയും കൊടുക്കുന്നു. ശ്രീ സാം പറ്റോഡ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, അദ്ദേഹം കേരളത്തിൻ്റെ മെൻറ്ററാണ്, വന്നു നോക്കിയപ്പം അദ്ദേഹം തന്ന 10 പരിപാടികളിൽ ഒന്നാമത്തത് ഈ പദ്ധതിയാണ്. അതിന് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുകയാണ്. വല്ലാർപാടം ഇപ്പം കമ്മീഷൻ ചെയ്തു. വിഴിഞ്ഞം അതിൻ്റെ പരിസ്ഥിതി പഠനമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തനങ്ങൾ ഒക്കെ ഇപ്പം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് വളരെ വേഗത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. വിഴിഞ്ഞം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോർട്ടാണ്. നമുക്ക് വല്ലാർപാടം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ പണി തീർത്തതാണ്. രണ്ടാമത് നമ്മൾ വിഴിഞ്ഞത്തിന് അനുമതി ചോദിച്ചപ്പം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾക്കൊന്ന് തന്നു,
അതുകൊണ്ട് ഇനി ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആൻ്റണിയുടെ കാല സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ പിന്നെ സ്വന്തം ചെലവിൽ ചെയ്തോളാം. അവർ എഗ്രി ചെയ്തു. 20% വയബിലിറ്റി ഗ്യാപ്പ് വേണമെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ആ രീതിയിൽ മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് പുതിയ പോർട്ടുകൾ അനുവദിക്കാൻ തീരുമാനിച്ചു. കേരളത്തിനൊരു മേജർ പോർട്ട് കൂടെ തരുന്നു എന്ന് പറഞ്ഞു. അത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു സംശയവും കൂടാതെ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും നോർത്തേൺ കേരളയിലാണ് ഒരു പോർട്ട് വേണ്ടത്. അഴീക്കൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്തു. ഒരു എക്സ്പെർട്ട് ടീം വന്നു, അവർ പഠിച്ചു. അവർ അഴീക്കോലിൻ്റെ കാര്യത്തിൽ ചില എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്, ചില സൗകര്യങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് നിലപാട് അഴീക്കൽ തന്നെ പോർട്ട് വേണം എന്നുള്ളതാണ്, മേജർ പോർട്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അപ്പം 3 മേജർ പോർട്ടുകൾ, അത് അഴീക്കൽ, നമ്മുടെ വല്ലാർപാടം, വിഴിഞ്ഞം, പിന്നെ ഇതിനിടയിലുള്ള ചെറിയ പോർട്ടുകളെല്ലാം പിന്നെ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇന്ന് പറയുന്നത്. ഈ സർക്കാർ നടപ്പിലാക്കിയതാണ് സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ബിസിനസ് കൂടി പഠിപ്പിക്കുക എന്നുള്ളത്. വിദ്യാർത്ഥികൾ തൊഴിലിടങ്ങളിൽ പോയി തൊഴിലാളിയായി പ്രവർത്തിക്കുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവരെ എങ്ങനെയാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകേണ്ടത്, അവർക്ക് അതിനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ നൽകുക എന്നുള്ളത് എത്ര കണ്ട് വിജയമായിട്ടുണ്ടത് എന്നത് സംബന്ധിച്ച്? അത് ഈ ഒരു 2ാം വർഷത്തെ ഈ ഗവൺമെൻറ് ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നതാണ്. എമർജിങ് കേരളയിൽ വെച്ചൊരു നിർദ്ദേശമാണ്. ഞങ്ങൾ പറഞ്ഞു എമർജിങ് ഫ്രം കേരള. ഇവിടെ വലിയ എമർജിങ് കേരള വന്ന സമയത്ത് വന്ന പ്രചരണങ്ങൾ കാര്യങ്ങളൊക്കെ പുറത്തു നിന്നുള്ളവരെല്ലാം വന്ന് കേരളത്തിൻ്റെ ഭൂമി തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നു, പ്രശ്നമായിരുന്നു. എമർജിങ് ഫ്രം കേരള. ഇപ്പം ഇതുവരെ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ വളരെ മിടുക്കരാണ്, വളരെ കഴിവുള്ളവരാണ്. പക്ഷേ അവരൊക്കെ പഠിച്ച് നല്ല മിടുക്കന്മാരായി വന്നിട്ട് ഒന്നുകിൽ ഒരു ജോലി അല്ലെങ്കിൽ വിദേശത്തേക്കൊരു വിസ, ഇതാണ് ലക്ഷ്യം. അത് മാറണം. ഇവിടെ തന്നെ അവരുടെ കഴിവുകൾ വിനിയോഗിക്കണം. ഇവിടെ നിന്നുള്ള നമ്മുടെ മനുഷ്യ സമ്പത്ത് വിദേശത്തേക്ക് പോകാനുള്ളതല്ല, ഇവിടെ തന്നെ നിൽക്കണം. ഈ ഒരു ആശയമാണ് എമർജിങ് കേരളയിൽ ഉയർന്നു വന്നത്. അതിന് സ്റ്റുഡൻറ്റ് എൻ്റർപ്രണർഷിപ്പ് പോളിസി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. വളരെ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായത്. തൃക്കാക്കരയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജിൽ ഇപ്പം 100 യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു. എമർജിങ് കേരള അവസാന ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ്. ഒരു പദ്ധതിയും ഇതുവരെ പദ്ധതികളൊക്കെ അതിൻ്റെതായ നിലയിൽ മുമ്പോട്ട് പോകുന്നു. 20,000 കോടി രൂപയുടെ വികസനമാണ് BPCL ഇപ്പം നടക്കുന്നത്. പ്രധാനമന്ത്രി വന്ന് തറക്കല്ലിട്ടു. എമർജിങ് കേരളയിൽ ഡിസ്കസ് ചെയ്ത് അവിടെ MOU സൈൻ ചെയ്തതാണ്. സംസ്ഥാന ഗവൺമെൻറ് ചില ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എഗ്രി ചെയ്തു, MOU സൈൻ ചെയ്തു. അവരെല്ലാ സാങ്ഷനും മേടിച്ചു. 20,000 കോടി രൂപയുടെ എക്സ്പാൻഷൻ അവിടെ നടക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് നമ്മുടെ ചവറയിലെ KMML-ഉം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പിന്നെ സ്റ്റീലും തമ്മിലുള്ള ജോയിൻറ്റ് വെഞ്ചർ. ടൈറ്റാനിയം സ്പോഞ്ച് ഉരുക്കി ടൈറ്റാനിയം മെറ്റൽ ഉണ്ടാക്കുന്ന വലിയ പ്രോജക്റ്റ്. അത് എമർജിങ് കേരളയിൽ വന്ന പ്രോജക്റ്റാണ്. പക്ഷേ അന്ന് ഞങ്ങൾ MOU സൈൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് സൈൻ ചെയ്തില്ല. അത് അതിന് ശേഷമാണ് സൈൻ ചെയ്തത്. അപ്പോൾ ആ പ്രോജക്റ്റ് ഇപ്പം MOU സൈൻ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നു. ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പ്രസ് കോൺഫറൻസ് നടത്തി പറഞ്ഞു 37 പ്രോജക്റ്റ് ഇപ്പോൾ അതിൻ്റെ പിന്നെ പ്രവർത്തന രംഗത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. മറ്റു നിരവധി കാര്യങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. രാഷ്ട്രീയത്തിലേക്ക് വന്ന UDF-ലെ ഘടകകക്ഷികളിൽ ചിലത് വലിയ നിരാശയിലാണെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. CMP ആയിക്കൊള്ളട്ടെ, JSS ആയിക്കൊള്ളട്ടെ, ബാലകൃഷ്ണപിള്ള ആയിക്കൊള്ളട്ടെ, സോഷ്യലിസ്റ്റ് ജനതയിലെ ഒരു വിഭാഗമായിക്കൊള്ളട്ടെ, ഒരു പരിധിവരെ ഷിബു ബേബി ജോൺ. എന്തുകൊണ്ടാണ് UDF-ലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിൻ്റെ ചെയർമാനായ പാർലമെൻ്ററി പാർട്ടി നേതാവായ അങ്ങേക്ക് കഴിയാത്തത്? നിങ്ങൾ UDF-നകത്തെ ഇതിനു മുമ്പിലത്തെ പ്രശ്നങ്ങളും ഇന്നത്തെ പ്രശ്നങ്ങളോടെ ഒന്ന് താരതമ്യപ്പെടുത്തണം. ഇതിനു മുമ്പിലത്തെ പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസിനകത്തു നിന്ന് വന്ന പ്രശ്നങ്ങളാണ്. ഇന്ന് കോൺഗ്രസ് പ്രശ്നങ്ങളില്ല. കോൺഗ്രസിലെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിലെ അതിലേക്ക് വരിക. അപ്പോൾ കോൺഗ്രസ്സാണ് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്സിന് ഒരു പ്രവർത്തന ശൈലിയുണ്ട്. അത് മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും ഒരുപോലെ കാണുക, ചെറുതോ വലുതോ എന്നുള്ള വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ ചില പാർട്ടികൾ പിന്നെ അവരുടെ ചില പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ആ പരാതികളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. ഇവിടെ ജനതാ പാർട്ടിയെക്കുറിച്ച്, സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞത് ശരിയല്ല. അതിനകത്ത് ഒരു ഭിന്നതയും ഇല്ല. ഷിബു ബേബി ജോണിന് ഈ മുന്നണിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പരാതിയുമില്ല. പക്ഷേ JSS-ഉം
CMBയും പരാതി പറഞ്ഞിട്ടുണ്ട്. ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ പരാതിയുടെ സാഹചര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ആ പാർട്ടിയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതും അറിയാം. ഞങ്ങൾ അത് പരിഹരിക്കാൻ വളരെയധികം ശ്രമിച്ചു നോക്കി. അത് ഒരു പരിധിവരെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക് പോകാത്ത വിധത്തിലെത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഈ മറ്റ് രണ്ട് പാർട്ടിക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ CMBയും JSSും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. JSSും CMBയും പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയല്ല UDFന് മുമ്പിൽ ചെയ്തിട്ടുള്ളത്. JSS പറഞ്ഞത് ഞങ്ങൾ UDF വിട്ടു എന്നാണ്. KR ഗൗരിയമ്മ പറഞ്ഞത് ഞാൻ UDFകാരിയല്ല എന്നാണ്. അവർ കൂട്ടിച്ചേർക്കുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി തനിക്ക് ചർച്ച ചെയ്യാനൊന്നുമില്ല എന്നാണ്. CMB ആയിക്കൊള്ളട്ടെ അടുത്ത വിപുലമായ സമ്മേളനത്തിൽ UDF വിടുന്ന കാര്യം ആലോചിക്കാൻ അജണ്ട വെച്ചിരിക്കുകയാണ്. അപ്പോൾ UDFിൽ നിന്ന് രണ്ട് കക്ഷികൾ, അത് ചെറുതാണെങ്കിലും വിട്ടുപോകുന്നു താങ്കൾ ചെയർമാൻ ആയിരിക്കുമ്പോൾ. എന്തുകൊണ്ടത്? താങ്കൾ ഒരു കൂടിയാലോചന അവരുമായി നടത്തിയിട്ടില്ല. രമേശ് ചെന്നിത്തല KR ഗൗരിയമ്മയുടെയും MP രാഘവന്റെയും വസതികളിൽ ചെന്ന് കൂടിയാലോചന നടത്തുന്നു. പക്ഷെ താങ്കളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. വയലാർ രവി MP രാഘവന്റെ വീട്ടിൽ പോയി പറഞ്ഞത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവാണ് ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ മുൻകൈ എടുക്കാറുള്ളത്. അതാണ് കരുണാകരന്റെ കാലം തൊട്ട് ഉണ്ടായിട്ടുള്ള കീഴ്വഴക്കം. ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുർബലനാകരുത്, ഘടകകക്ഷികൾ വിട്ടുപോകുമ്പോൾ മുന്നണി ദുർബലമാകും, അങ്ങനെ ദുർബലനാകരുത്. UDF ഒരു കാരണവശാലും ദുർബലമാകത്തില്ല, ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ആ ശക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം കോൺഗ്രസ് ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘടകം കോൺഗ്രസിൻ്റെ സമീപനം. എല്ലാ പാർട്ടികളോടും നീതി പ്രവർത്തിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ടുള്ള സമീപനം. ഇവിടെ ഇപ്പം വിട്ടുപോകുമെന്ന് പറഞ്ഞ പാർട്ടികളുമായിട്ട് കോൺഗ്രസ് ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. NSSും SNDP യോഗവും പുതിയൊരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. NSS പറയുന്നത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചണ്ടി പോലെ വലിച്ചെറിയുന്നയാളാണ് ഉമ്മൻചാണ്ടി എന്നാണ്. തങ്ങളുടെ ഭരണകാലത്ത് ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരും എന്നാണ്. UDFിനോട് മൃദു സമീപനം പുലർത്തുന്ന സമുദായ സംഘടനകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ശകാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത്? NSSുമായും SNDPയായും കോൺഗ്രസിനും UDFിനും എനിക്കുമെല്ലാം നല്ല ബന്ധമാണുള്ളത്. ആ ബന്ധം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, അത് തുടരും. അവർക്ക് കോൺഗ്രസിനെ വിമർശിക്കാം, കോൺഗ്രസിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവർക്കത് ഉന്നയിക്കാം. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടിയാണ്. ഞങ്ങളതിനെയെല്ലാം സഹിഷ്ണുതയോടുകൂടിയാണ് കാണുന്നത്. അതൊക്കെ പാർട്ടിക്കെതിരാണ്, അല്ലെങ്കിൽ ഒരു നേതാവിനെതിരാണ്. അതുകൊണ്ട് അവരെ തള്ളിപ്പറയുക, ബഹിഷ്കരിക്കുക, അത് കോൺഗ്രസിൻ്റെ ശൈലിയല്ല. കോൺഗ്രസ് അതിൽ ആ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ മേൽ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ്, അവർക്ക് അവകാശമുള്ളത് കൊണ്ടാണ്. ഞങ്ങളത് പരിശോധിക്കും. അതിനകത്ത് ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തും. എന്നെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, അത് എല്ലാവരോടും നീതി ചെയ്യണം എന്നുള്ള നിലയിലാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും പ്രശ്നത്തിൽ, പിന്നെ എന്തുകൊണ്ടാണ് ഏതെങ്കിലും പ്രശ്നത്തിൽ നീതി കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ. എന്തുകൊണ്ടാണ് പിന്നെ NSS ചണ്ടി പോലെ വലിച്ചെറിയുന്നയാളെന്നും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്? അതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, എനിക്കിതേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ, ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ പെടുന്ന സമയത്ത് അത് പ്രത്യേകമായിട്ട് പരിശോധിക്കും. പെടുന്ന കാര്യങ്ങളിൽ ഞാൻ അത് അങ്ങേയറ്റം നീതിപൂർവം ന്യായമായ രീതിയിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ നിശ്ചയമായിട്ടും. UDFിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സമുദായ സംഘടനകളെ രാഷ്ട്രീയത്തിൽ കയറി ഇടപെടാൻ UDF അനുവദിക്കുന്നത് കൊണ്ടാണ് ശകാരത്തിന്റെ ഭാഷയിൽ രമേശ് ചെന്നിത്തലയെയും താങ്കളെയും അവർ കുറ്റപ്പെടുത്തുന്നത്. ശകാരത്തിന്റെ ഭാഷയിലല്ല, അവർ അവരുടേതായ ഒന്നിനും കൊള്ളാത്തവൻ രമേശ് ചെന്നിത്തലയെ പറയുന്നത്. KPCCയുടെ പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് രമേശിനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അദ്ദേഹം ഇപ്പം KPCC പ്രസിഡന്റായിട്ട് 8 വർഷമായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്, ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. രമേശ് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ളൊരു നേതാവാണ്. എന്തുകൊണ്ടാണ് ഈ നേതാക്കൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ കയറി കളിക്കണ്ട എന്നും അതേ നാണയത്തിൽ കോൺഗ്രസിന് മറുപടി പറയാൻ കഴിയാത്തതും? CPMന്റെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ശൈലിയും CPMന്റെ ശൈലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആർക്കും ചീത്ത വിളിക്കാം. ഞങ്ങൾ സഹിഷ്ണുതയോടുകൂടി പ്രശ്നങ്ങളെ കാണും. ഞങ്ങളുടെ ഒരു ശൈലിയാണ് അതുകൊണ്ട് ആർക്കെങ്കിലും അമിതമായി വഴങ്ങുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും താല്പര്യങ്ങൾക്ക് വിധേയമാകുകയോ ചെയ്യുമെന്നുള്ളതല്ല.
പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടിയാണ്. അപ്പം എല്ലാവർക്കും നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനകത്ത് ഒരു തെറ്റുമില്ല. അതിനെന്തെങ്കിലും പെശകൊണ്ടെന്ന് കണ്ടാൽ അത് വിമർശിക്കുന്നതിലോ പ്രതിഷേധിക്കുന്നതിലോ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. അമിതമായ വഴങ്ങൽ എന്ന വാക്ക് അങ്ങ് തന്നെ ഉപയോഗിക്കുകയുണ്ടായി. ഈ NSSന്റെയും SNDP യോഗത്തിൻ്റെയും CMPയുടെയും JSSന്റെയും ഒക്കെ പരാതി അമിതമായി മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും വഴങ്ങുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്നാണ്. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നും UDFനെ നോക്കുകുത്തിയാക്കി എന്നുമാണ് പരാതി. UDFന്റെ യോഗങ്ങൾ സമയത്ത് കൂടുന്നുണ്ട്, ഗൗരിയമ്മ അതിൽ പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കാതിരിക്കുന്നത് ഞങ്ങളുടെ കുറ്റാണോ? മിസ്റ്റർ ബാലകൃഷ്ണ, പക്ഷേ അതിൽ പങ്കെടുക്കുന്ന ജോണി നെല്ലൂർ പറയുന്നത് അവിടെ ചായ കുടിച്ച് പിരിയലാണെന്നാണ്. ബാലകൃഷ്ണപിള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ് വന്നു, ഞങ്ങൾ വളരെയധികം സ്വാഗതം ചെയ്തു. പിന്നെ അവിടെ ചർച്ച നടക്കും, ചർച്ച എടുത്തിട്ടാണ് തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്നത്. പക്ഷേ ആ പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കുകയും കുറ്റം പറയുകയും കൂടെ ചെയ്താൽ ഞങ്ങൾക്ക് മാറി നിൽക്കുന്നവർ മാത്രമല്ല സർ, ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് JF വിഭാഗത്തിന്റെ ചെയർമാനാണ് അദ്ദേഹം എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാറുണ്ട്. അദ്ദേഹമാണ് UDF വഴിപാടാണ് എന്ന് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ആൾ. അവിടെ നടക്കുന്ന ചർച്ചകളുടെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നോക്കിയാൽ എല്ലാവർക്കും അറിയാം. മാധ്യമങ്ങൾ വരെ വരുന്നില്ല കാര്യങ്ങൾ. VM സുധീരൻ പറയുന്നത് പാർട്ടി വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായി ബോധ്യമില്ല. UDF സർക്കാരിലെ മന്ത്രിമാർ ഒന്നിനും കൊള്ളാത്തവരാണ്, പേഴ്സണൽ സ്റ്റാഫ് പറയുന്നത് കേട്ടാണ് അവർ ഭരിക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ച് എല്ലാം വളരെ നല്ല, ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള പരാതികൾ വിവിധ മേഖലകളിൽ നിന്നുണ്ട്, കോൺഗ്രസിൽ നിന്നുണ്ട്, ഘടകകക്ഷികളിൽ നിന്നുണ്ട്. പരാതികൾ പറയുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും പരാതി പറയാം. പക്ഷേ പ്രവർത്തന റിസൾട്ടുമായിട്ട് ബന്ധപ്പെടുത്തി പറയട്ടെ, റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയട്ടെ. 2 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ പറയട്ടെ ഇന്ന കാര്യങ്ങൾ. NSSന്റെയും SNDP യോഗത്തിൻ്റെയും പിണക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDFന് തീർക്കണമല്ലോ. രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ ചെന്ന് കണ്ടപ്പോൾ MPമാർ പ്രധാനമായ ഒരു ആവശ്യം രാഹുൽ ഗാന്ധിയോട് ഉന്നയിച്ചത് AK ആന്റണി പരമാവധി കാര്യങ്ങളിൽ ഇവിടെ ഇടപെടണം എന്നാണ്. അങ്ങനെ ഇടപെടണം AK ആന്റണി എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെയും താങ്കളുടെയും നേതൃത്വം പോരാ എന്ന ധ്വനിയുണ്ടോ? എന്ന ധ്വനിയായിട്ട് ഞാനതിനെ കാണുന്നില്ല. നമ്മൾ ഏതിനെ പോസിറ്റീവായിട്ട് കാണണം. നെഗറ്റീവായിട്ട് കണ്ടാൽ അങ്ങനെ തോന്നും. ചിലർക്ക് ഈ പ്രത്യേക കണ്ണാടിയിൽ കൂടിയാണ് നോക്കുന്നത്, അത് നോക്കിയാൽ നെഗറ്റീവാണ്. ഞങ്ങളതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. ആന്റണിയുടെ സാന്നിധ്യം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും സ്വാഗതം ചെയ്യുന്നതാണ്. അപ്പോൾ ആന്റണിയെ കിട്ടുന്നില്ലെന്നുള്ള പരാതിയേ ഉള്ളൂ. അപ്പോൾ അത് MPമാർ പറഞ്ഞാൽ അതേ വികാരമായിരിക്കും MLAമാർക്കും ഉള്ളത്. ഇവിടെ രമേശ് ചെന്നിത്തലയെക്കുറിച്ചും താങ്കളെക്കുറിച്ചും NSSന് പരാതി ഉള്ളതുകൊണ്ടും രണ്ടുപേരും അങ്ങോട്ടേക്ക് ഇനി ചർച്ചയ്ക്ക് വരണ്ട എന്ന് പറഞ്ഞതുകൊണ്ടുമാണ് AK ആന്റണി കാര്യങ്ങളിൽ ഇടപെടണം എന്ന് MPമാർ ഉന്നയിച്ചത്. അതെ, ആന്റണിയുടെ സാന്നിധ്യം ഏത് സാഹചര്യത്തിലാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് വർക്കേഴ്സും ജനങ്ങളും സ്വാഗതം ചെയ്യുന്നതാണ്. അതിനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അവിടുത്തെ ജോലിഭാരം കൊണ്ട് മാസത്തിലൊരിക്കൽ മാത്രമേ കേരളത്തിൽ വരാൻ സാധിക്കുന്നുള്ളൂ. ഞങ്ങൾ പോലും കൂടുതൽ പ്രാവശ്യം വിളിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ MPമാരെങ്ങനെ അഭിപ്രായം പറഞ്ഞ് അതിനെ പോസിറ്റീവായിട്ട് ആണ് ഞങ്ങൾ കാണുന്നത്. അത് നല്ല ആശയം, നല്ല കാര്യം, അത് ലഭിച്ചാൽ കൂടുതൽ നല്ലത്. JSSന്റെ പരാതി ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജിനെ കുറിച്ചാണ്. താങ്കൾ PC ജോർജിനെ തോളിൽ തട്ടി അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് KR ഗൗരിയമ്മയുടെ പരാതി. ജോർജിനെതിരെ നടപടിയെടുക്കാൻ ഭയമാണ് താങ്കൾക്ക് എന്നും താങ്കളുടെ ഒരു പിന്തുണ എപ്പോഴും ജോർജിനുണ്ട് എന്നതുകൊണ്ടാണ്. എനിക്കങ്ങനെ പ്രത്യേകമായിട്ടുള്ള പിന്തുണ ആർക്കെങ്കിലും കൊടുക്കുന്നതില്ല. ഞാൻ UDFന്റെ ചെയർമാനാണ്. എനിക്കെല്ലാവരെയും ഒരുപോലെയാണ്. ആരോടും ഒരു പ്രത്യേക മമതയോ മറ്റു കാര്യങ്ങളോ ഇല്ല. ശ്രീ ജോർജിൻ്റെ ശൈലിയോട് വിയോജിപ്പുള്ളവരുണ്ട്. ആ ജോർജിൻ്റെ പ്രവൃത്തികളോടുള്ള എൻ്റെ സമീപനം എന്താണ് എന്നുള്ളത് UDFലെ എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പരിഹാരം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ആത്മസംയമനം പാലിക്കും. എന്ത് പരിഹാരം? ജോർജിൻ്റെ സ്വഭാവം അതല്ലല്ല, അതിന് മൊത്തത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം എല്ലാവരും ആ ഒരു സമീപനം സ്വീകരിക്കണം. CM KB ഗണേഷ് കുമാർ എന്ന മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം, മംഗളം ദിനപത്രത്തിൽ ഊരും പേരുമില്ലാത്തൊരു വാർത്ത, അത് KB ഗണേഷ് കുമാറിനെ കുറിച്ചാണ് എന്നും തല്ല് കിട്ടിയ മന്ത്രി KB ഗണേഷ് കുമാർ ആണ് എന്നും ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞതോടുകൂടിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല, നമ്മളൊന്നും അറിയാത്ത രീതിയിൽ അത് പരിഹരിക്കപ്പെട്ടേനെ. ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചിട്ടും ആ മന്ത്രിയുടെ പ്രതിച്ഛായ തീർത്തും കളങ്കപ്പെടുത്തിയിട്ടും UDFന്റെ പ്രതിച്ഛായ പോലും അത് ബാധിച്ചിട്ടും
PC ജോർജിനെതിരെ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് UDF ചെയർമാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. അതുപോലുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് ആലോചിച്ച് ജോർജ് വേറൊരു പാർട്ടിയിൽപ്പെട്ട നേതാവാണ്, ചീഫ് വിപ്പാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം അത് കൂട്ടായിട്ട് ചർച്ച ചെയ്തിട്ട് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ UDF ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ UDFൻ്റെ പൊതുവായ വികാരം എന്താണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെ ഗണേശിൻ്റെ വിഷയത്തിൽ അങ്ങേക്ക് അതൃപ്തി ഉണ്ടായിരുന്നോ ജോർജിനോട്? ഗണേശിൻ്റെ വിഷയത്തിൽ അങ്ങേക്ക് ജോർജിനോട് അതൃപ്തി ഉണ്ടായിരുന്നു? ഞാനിപ്പം അത് ഒരു ക്ലോസ് ചാപ്റ്ററാണ്. അതിനി പുതിയതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അത് സംബന്ധിച്ചുള്ള സമീപനം എന്താണെന്നുള്ളത് UDFിലുള്ളവർക്കും അറിയാം, നിയമസഭയിലുള്ളവർക്കും അറിയാം. ഞാനത് നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളൂ. KV ഗണേഷ് കുമാറിനെതിരെ ഇത്തരത്തിലൊരു പരാതി ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ യാമിനി തങ്കച്ചി ആദ്യം വന്ന് ക്ലിഫ് ഹൗസിൽ താങ്കളെയാണ് അറിയിച്ചത്. അതിനുശേഷം KV ഗണേഷ് കുമാറിനെ വിളിച്ചു വരുത്തി ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി കരാറ് പോലും രൂപപ്പെടുകയും ചെയ്തു. അതിനുശേഷം KV ഗണേഷ് കുമാർ സ്വമേധയാ പോയി പോലീസിൽ യാമിനി തങ്കച്ചിക്കെതിരെ പരാതി കൊടുക്കുകയാണ്. അപ്പോൾ യാമിനി തങ്കച്ചി പൊട്ടിത്തെറിച്ചു, താങ്കളടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് എന്ന്. കഴിഞ്ഞ വർഷം ശ്രീ സുകുമാരൻ നായരും പറഞ്ഞു, താങ്കളടക്കമുള്ളവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്, മുള്ളു കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുത്തു എന്നൊക്കെ. ഗണേഷ് കുമാർ മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, താങ്കളെ അറിയിച്ചതിന് ശേഷമാണ് ഗണേഷ് കുമാർ പോലീസിൽ പരാതി കൊടുത്തത് എന്ന്. അതാണ് ശരിയെങ്കിൽ താങ്കൾ ചെയ്തതൊരു തെറ്റല്ലേ? അതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനു മുമ്പ് തന്നെ അതിനുള്ള നടപടികൾ മുഴുവൻ പൂർത്തിയാക്കിയിരുന്നു. എന്നെ ജസ്റ്റ് ഇൻഫോം ചെയ്തു. ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു അത് വേണോ, അത് ശരിയല്ല, നമുക്ക് തീർക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷെ താങ്കൾ അടക്കമുള്ളവർ ചേർന്നുണ്ടാക്കിയ ഒരു കരാർ ലംഘിക്കുമ്പോൾ ആ കരാറിൻ്റെ ഭാഗമായ ആ ഇരയെ താങ്കൾ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? ഗണേഷ് ഇങ്ങനെ പരാതി കൊടുക്കാൻ പോവുകയാണ് എന്ന്, അതിൻ്റെ ഒരു ബാധ്യത താങ്കൾക്ക്? അതല്ലല്ലോ. ഞാൻ അസംബ്ലിയിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് വന്ന് എന്നോട് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കാര്യം ഞാൻ വ്യക്തമായിട്ട് പിന്നെ പറഞ്ഞിരുന്നു. അത് ഗണേശും അത് തന്നെ പിന്നീട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ കൂടി അറിവോട് കൂടിയാണ് ഗണേഷ് കുമാർ? അല്ല, ശരി, അതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഇതായ കാര്യങ്ങളാണ്, വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഗണേശും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറെ കൂടി വ്യക്തത അല്ലല്ല, അത് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതാരാണ് പിന്നെ വഷളാക്കിയത്? ഒരു രാഷ്ട്രീയ നേതാവാണ്, കേരളത്തിലൊരു രാഷ്ട്രീയ നേതാവാണ് KV ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിനെ പോലുള്ള ഒരാൾ കുടുംബ ബന്ധങ്ങളിലുള്ള പാകപ്പിഴ, അത് എല്ലാ കുടുംബങ്ങളിലും സാധാരണ. നമ്മൾ ആ സബ്ജക്റ്റ് കഴിഞ്ഞതാണല്ലോ. ഇനിയിപ്പോൾ അത് എടുത്തിട്ട് ദാറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. അത് കഴിഞ്ഞെല്ലാം സെറ്റിൽ ചെയ്തിട്ടുള്ള സംഗതിയാണ്. എനിക്ക് പറയാവുന്ന അത്രയും പറഞ്ഞിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രിക്ക് കൂടുതൽ പറയാൻ കഴിയുന്നത്, അങ്ങനെ ഒരു തെറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് പറ്റിപ്പോയി, അയാളുടെ മന്ത്രിസ്ഥാനം അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, NSS പോലുള്ള പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നു, അത് ഗണേശന്, കാരണം ഗണേശന് തന്നെ കൊടുക്കണം എന്ന് NSS പറയാനുണ്ടാകുന്ന സാഹചര്യം എന്താണെന്നറിയോ? ഗണേശന് സ്വന്തം കുടുംബം പോയി, അച്ഛനില്ല, അച്ഛനെ പേടിച്ച് മറ്റു കുടുംബാംഗങ്ങൾ സഹകരിക്കുന്നില്ല, അനാഥ ഫീലിംഗ് ആണ് ഗണേശനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന് സഹായിക്കുമെന്ന് മുഖ്യമന്ത്രിയോട് പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ ഒരു ചർച്ചാ വിഷയമല്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തും UDF ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഒക്കത്തുള്ളൂ. ഞാൻ വ്യക്തമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നിയമസഭയിൽ സെൽവരാജിനെ രാജിവെപ്പിച്ച് മത്സരിപ്പിച്ചതോടുകൂടിയാണ് ജോർജിൻ്റെ അപ്രമാദിത്വം UDFിൽ കണ്ടു തുടങ്ങിയത്. ഈ അധാർമിക പ്രവൃത്തി ജോർജിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് താങ്കളാണ് എന്നും അതുകൊണ്ടാണ് ജോർജ് ഇപ്പോഴും താങ്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. അതെന്താ അധാർമികം? ജോണപ്പൻ നമ്പാടിനെ കൊണ്ടുപോയപ്പം എന്താ അത് ധാർമ്മികമായതും? അതുകൊണ്ട് ഇടതുമുന്നണിക്ക് അതൊന്നും പറയാൻ അവകാശമൊന്നുമില്ല. ഇടതുമുന്നണിക്ക് അതൊന്നും പറയാൻ ആവശ്യമില്ല. അവർ അവസരത്തിനൊത്ത കാര്യങ്ങൾ ഓരോന്നും ചെയ്തിട്ടുണ്ട്, ഇതായിട്ടുള്ളതാണ്. ഇത് സെൽവരാജൻ എങ്ങനെ രാജിവെച്ചു എന്നുള്ളത് ഈ തിരുവനന്തപുരത്തെ പാർട്ടിക്കാർക്കറിയാം. അത് ആരെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടാണോ അതോ സ്വന്തമായിട്ടാണോ എന്നുള്ളതും ഇതിനു മുമ്പ് അദ്ദേഹം രാജിവെക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ സംഭവങ്ങളുമൊക്കെ തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർക്ക്. അക്കാര്യത്തിൽ ജോർജിനെ അങ്ങേക്ക് ഭയക്കേണ്ടതില്ല. ആരെ എന്ത് ഭയപ്പെടാനാ? ജോർജാണ് അതിൻ്റെ മധ്യസ്ഥനായി നിന്നത്. ഇങ്ങേയറ്റത്ത് താങ്കളും ജോർജ് മധ്യസ്ഥനും സെൽവരാജ് ഒരറ്റത്തും. ഈ മൂന്ന് പേർക്കും രഹസ്യങ്ങൾ അറിയാം. അതൊന്നും ഇതിനൊന്നും ഒരു കാര്യമുള്ള സംഗതിയല്ല. ശ്രീ സെൽവരാജൻ എങ്ങനെ രാജിവെച്ച് പോന്നു എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ തിരുവനന്തപുരത്തുള്ളവർക്കെല്ലാം അറിയാം, എല്ലാം അറിയാം. അദ്ദേഹം ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം രാജിവെക്കാൻ ശ്രമിച്ചു, രാജിക്കത്ത് കൊടുത്തു, അന്ന് പാർട്ടി ഇടപെട്ടതും കാര്യങ്ങളെല്ലാം അറിയാം. പിന്നെ ഇതൊരു പരസ്യമായ രഹസ്യമാണ്. ഇത് പ്രാവശ്യം പിന്നെ ആരെങ്കിലും ചാക്കിട്ട് പിടിച്ചതോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. KV ഗണേഷ് കുമാറിൻ്റെ വിഷയം
NSS പുതിയൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. മന്ത്രിസഭയിൽ ഒഴിവുള്ള സ്ഥാനം കെ.ബി. ഗണേഷ് കുമാറിന് തന്നെ നൽകണം എന്ന്. കെ.ബി. ഗണേഷ് കുമാറിന് മന്ത്രിയാകാൻ കഴിയുമോ ഇനി? അതല്ല, ഇപ്പം അതൊരു ചർച്ചാ വിഷയമല്ല. പക്ഷേ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ യാമിനി തങ്കച്ചി ഒരു പരാതി നൽകിയിരുന്നു. അത് ആ ആൾ തന്നെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ മന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ കഴിയുമോ? അല്ല, നമ്മളിപ്പം ഇന്ന് ചർച്ചാ വിഷയമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇന്നിപ്പോൾ അതൊരു ചർച്ചാ വിഷയമല്ല. എന്തുകൊണ്ടാണ് ആ മന്ത്രിസ്ഥാനം ഇപ്പോൾ ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുന്നത്? സാധാരണഗതിയിൽ ഒരു മന്ത്രി ഇപ്പം UDF സർക്കാരിൻ്റെ മേലുള്ള സമുദായ സംഘടനകളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് സാമുദായിക സന്തുലനം ഈ മന്ത്രിസഭ പാലിക്കുന്നില്ല എന്നായിരുന്നല്ലോ. ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാൾ രാജിവെച്ചു പോകുമ്പോൾ അവരുടെ ഭാഷയിൽ സാമുദായിക സന്തുലനം പിന്നെയും താഴേക്ക് പോകും. അപ്പോൾ അതിൽ പെട്ടെന്നൊരു പരിഹാരം കാണാത്തത് എന്തേ? അത് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, എല്ലാം അറിയാം. പിന്നെ ആ പാർട്ടിയുടെ നിലപാട് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു, കോൺഗ്രസിനെ മന്ത്രി എടുക്കാമെന്ന്. അതെ, അത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് കഴിഞ്ഞെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കും. ഗണേശന് മന്ത്രിയാകാൻ കഴിയുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ചൊരു വ്യക്തത നൽകുന്നില്ല. അല്ല, അതിപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പറയാവുന്ന കാര്യമല്ല. ഒരു മുഖ്യമന്ത്രി എന്നുള്ളത് അങ്ങയുടെ പ്രൊറോഗേറ്റീവാണ്. മന്ത്രിസഭയിൽ ആരെ എടുക്കണം, ആരാണ് യോഗ്യന്മാർ എന്ന്. ഇതൊക്കെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ അറിയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രിയാണ് പിന്നെ ഭരണഘടനാപരമായിട്ട് അധികാരി. പക്ഷേ ഇപ്പോൾ ഒരു ഘടകകക്ഷിയുടെ മന്ത്രിയെ എനിക്ക് ഇതായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഘടകകക്ഷി തരുന്ന പേര് വെച്ചല്ലേ എടുക്കാനൊക്കൂ. വകുപ്പുകൾ ഘടകകക്ഷി നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വീതം വെച്ച് കഴിഞ്ഞാൽ അതിന് മാറ്റം വരുത്താൻ പറ്റുമോ? ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിക്കാൻ പറ്റുമോ? രമേശ് ചെന്നിത്തല സംസ്ഥാന മന്ത്രിസഭയിൽ വരുന്നുണ്ടോ? രമേശ് ചെന്നിത്തല പറഞ്ഞത് ഈ മന്ത്രിസഭയിലേക്ക് ഞാനില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന സജീവ ചർച്ച മെയ് 18 ശേഷം മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നും KPCCയിലും ഗവൺമെൻറ്റിലും മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ്. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വന്ന് മന്ത്രിസഭയിൽ നിന്നോ അല്ലെങ്കിൽ സ്പീക്കറായിരിക്കുന്ന ഒരാളോ KPCC പ്രസിഡന്റായി പോവുകയോ വേണമല്ലോ. ഇത് അങ്ങ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇത്തരത്തിലൊരു ആലോചന നടക്കുന്നുണ്ടോ? KPCC പ്രസിഡന്റിൻ്റെ മന്ത്രിസഭാ പ്രവേശനം ഒരു പ്രശ്നമേ അല്ല. കോൺഗ്രസിൻ്റെ അവസാന വാക്കാണ് ആ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം PCC പ്രസിഡന്റ്. പിന്നെ അതിൻ്റെ മുകളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡേ ഉള്ളൂ. ശ്രീ രമേശിന് മന്ത്രിയാകണമെങ്കിൽ നേരത്തെ തന്നെ ആകാമായിരുന്നു. പിന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്ന അവസരത്തിൽ ഈ പ്രശ്നം വന്നത്, ഇടയ്ക്ക് പുനഃസംഘടന വന്നപ്പം പിന്നെ ഈ പ്രശ്നം വന്നത് അദ്ദേഹം സ്വയം മാറിയതാണ്. ഇപ്പോഴാണേലും വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രമേശ് ചെന്നിത്തലയുടെ തീരുമാനം. അതൊരു ചർച്ചാ വിഷയമേ അല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസഭയിൽ വരാൻ മറ്റാരുടെയും പിന്തുണ വേണ്ട, അദ്ദേഹത്തിൻ്റെ തീരുമാനം മാത്രം മതി. KPCC പ്രസിഡന്റ് മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടൊരു വെയിറ്റ് ഉണ്ടാകില്ലേ? KPCC പ്രസിഡന്റിന് ഏതെങ്കിലും ഒരു ഗ്രാമവികസനം എടുത്ത് മന്ത്രിസഭയിൽ ചേരാൻ കഴിയില്ലല്ലോ. അദ്ദേഹം ആവശ്യപ്പെടുക ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പും ഉപമുഖ്യമന്ത്രി പദവും ഒക്കെ ആയിരിക്കും. അതൊന്നും ഇപ്പം ചർച്ചാ വിഷയമല്ല. തീരുമാനമെടുക്കേണ്ട അദ്ദേഹമാണ്, വരണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം. 2 പ്രാവശ്യം നിർദ്ദേശം വന്നു, അദ്ദേഹം തന്നെ സ്വയം പിന്മാറി. അദ്ദേഹം വരണമെന്നുണ്ടെങ്കിൽ വേറെ ആരുടെയും ഒരു സമ്മതം വേണ്ട. കോൺഗ്രസ് അധ്യക്ഷയോട് പറഞ്ഞ് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ വരാം, ഒരു പ്രശ്നമില്ല. രമേശ് മന്ത്രിസഭയിൽ വരണം എന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മന്ത്രിസഭ രൂപീകരണ സമയത്ത് തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ അവസരത്തിൽ അത് പരസ്യമായി ചർച്ച ചെയ്തതല്ല, ശ്രീ ആൻ്റണിയും ശ്രീ രമേശും കൂടി ഉള്ളപ്പം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ഘടകകക്ഷിയുടെ വകുപ്പെടുത്ത് ഐ ഗ്രൂപ്പിന് കൊടുക്കുമോ താങ്കൾ? ഒരു ഘടകകക്ഷി, അതായത് കേരള കോൺഗ്രസ് ബിയുടെ വകുപ്പെടുത്ത് ഐ ഗ്രൂപ്പുകാരനായ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുമോ? അത് സാഹചര്യം അനുവദിക്കുന്നതാണോ? ഐ ഗ്രൂപ്പായിട്ടാണോ രമേശിനെ കാണുന്നത്? നിങ്ങളിപ്പോഴും അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? രമേശ് KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ മന്ത്രിസഭയിൽ എ ഗ്രൂപ്പുകാരും ഐ ഗ്രൂപ്പുകാരും അങ്ങനെ ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ 2 കൊല്ലമായല്ലോ, ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ മന്ത്രിസഭയെപ്പറ്റ ഏതെങ്കിലും ഒരു മന്ത്രി മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഒരു മന്ത്രിക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ? മന്ത്രിമാർ തമ്മിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? ഇതെന്താ നിങ്ങൾ കാണാത്തത്? മന്ത്രിമാർ തമ്മിൽ ഉണ്ടായിട്ടില്ല, പക്ഷേ PC ജോർജും മന്ത്രിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ സംഗതി. ഞാൻ മന്ത്രിമാർ തമ്മിലെന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അതാണ്. ഓരോ മന്ത്രിസഭ കഴിയുമ്പോഴും വാർത്തകൾ വേറെ ഓരോന്നായിരുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. കാരണം വേറൊന്നുമല്ല. എന്നാലേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും. ഈ ഗവൺമെൻറ് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ആ നേട്ടത്തിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രമൊന്നുമല്ല.
മുഴുവൻ മന്ത്രിമാരും അതിന് ഉത്തരവാദികളാണ്. ഞങ്ങളൊരു ടീമായിട്ട് നിന്ന് പ്രവർത്തിച്ചതിൻ്റെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഈ ഗവൺമെൻറ്റിന് കിട്ടുന്ന പിന്തുണ പൂർണ്ണമായ പിന്തുണയാണ്. ഞങ്ങൾ മുന്നണിക്കകത്ത് പരമാവധി എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് പോകാൻ ശ്രമിക്കുന്നു. അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉള്ളവർ ഉണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ തീർത്തു പോകാൻ ശ്രമിക്കുന്നു. ജയ്പൂർ സമ്മേളനം അനുസരിച്ച് KPCC പ്രസിഡന്റിന് 2 ടേം മാത്രമേ തുടരാൻ കഴിയൂ. KPCC പ്രസിഡന്റിന് 2 ടേം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല ഭരണഘടനാ പ്രകാരം ഒഴിയേണ്ടതല്ലേ? ഒഴിയേണ്ടതില്ല. കാരണം അദ്ദേഹം 3ാം ടേം ആയതിനു ശേഷമാണ് മറ്റേ തീരുമാനം വന്നത്. അപ്പോൾ ഈ ടേം തീരുന്നത് വരെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ACC വക്താവ് PC ചാക്കോ പറയുന്നത് ജയ്പൂർ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനം രമേശ് ചെന്നിത്തല ഒഴിയണം എന്നാണ്. പക്ഷെ അത് അല്ല, ഇതിപ്പം അദ്ദേഹം ജയ്പൂർ തീരുമാനത്തിന് ശേഷമാകുന്ന ആളല്ല, അതിനു മുമ്പ് തന്നെ ആയിട്ടുള്ളതാണ്. അപ്പം അത് ബാധകമാകുന്നത് പുതിയ ഒരവസരത്തിൽ മാത്രമേ ആകത്തുള്ളൂ. ഒരാൾ തന്നെ KPCC പ്രസിഡന്റായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ രക്തം അവിടെ വരുന്നതല്ലേ? ഇപ്പം സ്പീക്കർ G കാർത്തികേയൻ യോഗ്യനായ വ്യക്തിയല്ലേ KPCC പ്രസിഡന്റ് ആകാൻ? കോൺഗ്രസ്സിൽ അദ്ദേഹം യോഗ്യനാണ്, വേറെ പലരും യോഗ്യത നേടിയിട്ടുള്ളവരുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. അവരൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. സാമുദായിക സന്തുലനം ഇല്ലായ്മ SNDPയും NSSും ആക്ഷേപിക്കുന്നു. അതുപോലെ തന്നെ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തന്നെ കളങ്കപ്പെട്ടു. KB ഗണേഷ് കുമാറിന്റെ രാജിയെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ എന്ന് KPCC പ്രസിഡന്റ് തന്നെ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മന്ത്രിസഭ പുനഃസംഘടന തന്നെ ആവശ്യമായി വരുന്നില്ലേ? അങ്ങ് എന്താണ് ഈ ചർച്ചയിൽ മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് ഒരു തീരുമാനമാകത്തില്ല. എനിക്കത് പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇത് എന്താണ് അങ്ങയുടെ മനസ്സിൽ? ഒരു ഗണേഷ് കുമാറിന് പകരം ഒരു മന്ത്രിയെ വെക്കുക എന്നുള്ളതാണോ, അതോ കുറെ കൂടി വിശാലമായ രീതിയിൽ? എനിക്ക് ഒരു TV ചാനൽ ചർച്ചയിൽ മന്ത്രിസഭാ പുനഃസംഘടനയെ കുറിച്ച് എനിക്ക് മനസ്സ് തുറക്കാൻ പറ്റുമോ? കുറെ കാര്യങ്ങളെങ്കിലും പറഞ്ഞുകൂടെ? അതില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. UDF ചർച്ച ചെയ്തിട്ടില്ല. UDF ചർച്ച ചെയ്തിട്ട് ആ വക കാര്യങ്ങൾ UDF ചർച്ച ചെയ്തിട്ടാണോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളത്? കഴിഞ്ഞ തവണ മന്ത്രിമാരെ മാറ്റിയത്, അവരുടെ വകുപ്പുകൾ വേർതിരിച്ചു കൊടുത്തത് UDF അറിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല KPCC പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല. പിന്നെ ഹൈക്കമാൻഡിന്റെ അനുമതിയാണ് അതിനാവശ്യം. അതെ, ഹൈക്കമാൻഡിന്റെ അനുമതി കിട്ടി. ആയിക്കോട്ടെ, കിട്ടിയ ഉടനെ തന്നെ ആദ്യമായി സംസാരിച്ചത് AK ആന്റണിയോടും രണ്ടാമത് സംസാരിച്ചത് ശ്രീ രമേശ് ചെന്നിത്തലയോടുമാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, UDF ചർച്ച ചെയ്യണം എന്ന് പറയുന്നത് അതല്ല, അത് കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ വകുപ്പുകൾ മാറുന്നത് സംബന്ധിച്ച അത് കോൺഗ്രസ് മതി. മറ്റേത് ഒരു ഘടകകക്ഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പം ഘടകകക്ഷി സംസാരിക്കണം. ഇത് കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ വകുപ്പുകളിലെ മാറ്റങ്ങളാണ്. തിരുവഞ്ചൂരിന്റെ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, അങ്ങ് കൈമാറിയ വകുപ്പ്, അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? TP ചന്ദ്രശേഖരന്റെ വധത്തെ തുടർന്ന് ഉള്ള അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല എന്നും ഉന്നതരെ പിടികൂടിയിട്ടില്ല എന്നും മാർക്സിസ്റ്റ് പാർട്ടിയുമായി കോൺഗ്രസിലെ ചിലർ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ചത് മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ശ്രീ മുല്ലപ്പള്ളി ഏത് സാഹചര്യത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. TP ചന്ദ്രശേഖരൻ വധക്കേസ് ഏറ്റവും നല്ല നിലയിലാണ് കേരള പോലീസ് കൈകാര്യം ചെയ്തത്. ഏറ്റവും സമർത്ഥരായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീമുണ്ടാക്കി അന്വേഷിച്ചു. മുഴുവൻ പ്രതികളെയും കണ്ടെത്തി നിയമത്തിൻ്റെ മുമ്പിൽ അവരെല്ലാം കൊണ്ടുവന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് കഴിഞ്ഞ് മലബാറിലൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായില്ലല്ലോ. എന്താ ഇതിനു മുമ്പൊക്കെ എന്താ സംഭവം? എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു വർഷം കൊണ്ട് നടക്കണം? കാരണം എന്താ? ഇതുവരെ വാടക കൊലയാളികൾ മാത്രമായിരുന്നു കേസിൽ പ്രതികളായിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പം വാടക കൊലയാളികൾ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും വരുന്നു. ഇവിടുത്തെ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരത്തക്ക വിധത്തിലുള്ള അന്വേഷണവും നടപടിയുമാണ് ആ കാര്യത്തിലുണ്ടായത്. അത് കേരള പോലീസും ആഭ്യന്തര വകുപ്പും പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം അതിലേക്ക് പോയിട്ടില്ല. അത് പോയാൽ വളരെ സമയമെടുക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ കേസിൻ്റെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നടപടികൾ തീരട്ടെ എന്നാണ് വെച്ചത്. ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് വേണമെങ്കിൽ അന്വേഷിക്കാം. അതല്ല CBIക്ക് വേണമെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ CBI അന്വേഷിക്കാം. ഉണ്ട്. KK രമയ്ക്ക് അങ്ങനെ അഭിപ്രായം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. UDF സർക്കാരിന് എത്ര മാർക്ക് നൽകുന്നുണ്ടെന്ന്? 2 വർഷമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ 2 വർഷത്തിനുള്ളിൽ
10-ൽ ഒരു മാർക്ക് ഇട്ടാൽ എത്ര മാർക്ക് ഇടും? 0 മാർക്ക് ഇടും ഞാൻ. കാരണം എനിക്കിത് ഇത്രയും ചെയ്താൽ പോരാ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഞാൻ മാർക്ക് ഇടുകയാണ്, 0 മാർക്ക് ഇടും. പ്രതീക്ഷിച്ചതുപോലെ പോകാൻ കഴിഞ്ഞില്ല എന്നൊരു വികാരം താങ്കൾക്കുണ്ട്? ഒന്നുമില്ല, പോയിട്ടുണ്ട്. പക്ഷേ എത്ര ചെയ്താലും പോരാ, കൂടുതൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് തക്ക സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത്. അതാണ് പ്രശ്നം. എനിക്ക് വേറെ ഒരാളെയും കുറ്റപ്പെടുത്താനൊക്കത്തില്ല. പിന്നെ പാർട്ടിയിൽ നിന്നുള്ള സപ്പോർട്ട്, മുന്നണിയിൽ നിന്നുള്ള സപ്പോർട്ട്, പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അവരിൽ നിന്നുള്ള സപ്പോർട്ട്, പബ്ലിക്കിൽ നിന്നുള്ള സപ്പോർട്ട്, ഈവൻ എനിക്ക് വളരെ നന്ദിയുണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും പല കാര്യങ്ങൾക്കും പൂർണ്ണമായ സപ്പോർട്ടുണ്ട്. അവരുടെ തമ്മിലടിയാണോ താങ്കളെ നിലനിർത്തുന്നത്? ഞാൻ ഒരിക്കലും എതിരാളികളുടെ ബലഹീനത മുതലെടുക്കാൻ ശ്രമിക്കത്തില്ല. കാരണം അത് ശ്രമിച്ചാൽ അവരൊന്നിക്കുന്ന സമയത്ത് നമ്മൾ നേരെ താഴെ പോകും. നമ്മൾ നമ്മുടെ സ്ട്രെങ്തിൽ തന്നെ നോക്കുക. പക്ഷെ ഉമ്മൻചാണ്ടിയിൽ ഇതല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. ഉമ്മൻചാണ്ടി കുറെ കൂടി കാര്യങ്ങളിൽ ഇടപെടുകയും കുറെ കൂടി കാര്യങ്ങൾ വേഗത്തിലാക്കുകയും ആളുകളുടെ ഒരു പ്രതിഷേധം ഭയന്ന് പല പദ്ധതികളും മാറ്റിവെക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങയിൽ നിന്ന് ആദ്യ വർഷം പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. 2ാം വർഷം ആകുമ്പോഴേക്കും കുറെ കൂടി മന്ത്രിസഭയുടെ പ്രവർത്തനം മന്ദീഭവിച്ചിട്ടില്ലേ? മന്ത്രിസഭയുടെ പ്രവർത്തനമൊന്നും മന്ദീഭവിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായാൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം ആദ്യത്തെ ഒരു വർഷം 100 ദിവസത്തെ പരിപാടി, ജനസമ്പർക്ക പരിപാടി, 2 ഉപതെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയം, ഇത് വന്നതോടുകൂടി ഗവൺമെൻറ്റിൻ്റെ ഇമേജ്, ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതീക്ഷയൊക്കെ വളരെ അധികം കൂടി. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ചില പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയുമായിട്ട് മുമ്പോട്ട് പോവുക. അത് മറ്റ് 1ാം വർഷത്തിലുണ്ടായ നേട്ടങ്ങളെപ്പോലെ പുറത്തേക്ക് വന്നിട്ടില്ല. കാരണം ഞങ്ങൾ എടുത്തിട്ടുള്ള പരിപാടികളുടെ റിസൾട്ട് ജനങ്ങൾക്ക് കാണത്തക്ക വിധത്തിലെത്തിയിട്ടില്ല. അപ്പം വിഴിഞ്ഞം, മെട്രോ, കണ്ണൂർ എയർപോർട്ട്, സ്മാർട്ട് സിറ്റി, പക്ഷേ അത് സംബന്ധിച്ച് ചെയ്തു തീർക്കേണ്ട ആ ടൈം ഫാക്ടർ മുഴുവൻ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു. എല്ലാം കഴിഞ്ഞു. ഇനി റിസൾട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. എനിക്ക് ഈ 2ാമത്തെ വർഷത്തെ പ്രവർത്തനത്തിൽ എനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. പക്ഷേ അത് അതിനെക്കുറിച്ചൊരു സംശയം പ്രകടിപ്പിച്ചതിനെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. കാരണം ആ സംശയം ചിലപ്പം പലരുടെ മനസ്സിലും കാണും. ആദ്യത്തെ വർഷം വളരെ പ്രകടമായിരുന്നു, നേട്ടങ്ങളുടെ പ്രകടമായ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ജനസമ്പർക്ക പരിപാടി, 100 ദിവസത്തെ പരിപാടി, ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം. കൂട്ടുകക്ഷി സമ്പ്രദായത്തിൽ അങ്ങേക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയൂ. ഈ കൂട്ടുകക്ഷി സമ്പ്രദായത്തിൻ്റെ സമ്മർദ്ദത്താൽ പല മന്ത്രിമാരെയും ചുമക്കേണ്ടി വരുന്നില്ലേ അങ്ങേക്ക്? അതൊക്കെ വെറും അടിസ്ഥാനപരമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഈ 2 കൊല്ലത്തിനുള്ളിൽ ഏത് സമ്മർദ്ദത്തിന് വിധേയമായിട്ടെടുത്ത ഒരു തീരുമാനം പറ. ഇപ്പോൾ 5ാം മന്ത്രി എന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടല്ലോ. മുസ്ലിം ലീഗിന് ഇതിനു മുമ്പില്ലായിരുന്നു 5 സ്ഥാനം. ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന 91-ൽ അതും ഇപ്രാവശ്യം കൊടുക്കാം ചീഫ് വിപ്പ് സ്ഥാനം എന്ന് പറഞ്ഞാണ്. അത് അല്ല 4 മന്ത്രിമാരും ചീഫ് വിപ്പ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യവും 5 പദവിയാണ് അവർ ചോദിച്ചത്. 5 പദവിയാണ് അവർ ചോദിച്ചത്. പക്ഷേ അവർക്ക് കൊടുക്കാനൊരു പദവി ഇല്ലാതെ പോയി. കാരണം പിന്നെ അവരിലേക്ക് ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ കേരള കോൺഗ്രസ് വന്ന് മറ്റേ ചീഫ് വിപ്പിൻ്റെ തീരുമാനമായി. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെയാണോ ഉണ്ടായത്? 4 മന്ത്രിമാരെയും ഒരു ചീഫ് വിപ്പ് സ്ഥാനവും അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റും നൽകാമെന്നല്ലേ കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് ഉപാധി വെച്ചത്? പോരാ, 5 മന്ത്രി അങ്ങ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ 4 മന്ത്രിമാരുടെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം 5ാമത്തെ മന്ത്രി മഞ്ഞളാംകുഴി അലി എന്ന് ഒരു പേപ്പർ നോക്കി വായിക്കുന്നത്, കോട്ടയത്ത് വെച്ച് വായിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഒരു മന്ത്രിമാരുടെ പേര് നിശ്ചയിക്കാനുള്ള അധികാരം അങ്ങേക്കാണ്, പക്ഷേ അത് ഹൈദരലി ശിഹാബ് തങ്ങൾ എടുത്തുകൊണ്ട്. എന്തിനാ ഇങ്ങനെ വെറുതെ പറയുന്നത്? ഇത് കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അല്ലേ? ഞാൻ ഡൽഹിയിലുള്ള സമയത്താണ് 5 സ്ഥാനങ്ങൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. 5 സ്ഥാനങ്ങൾ, 5 സ്ഥാനം, 5 പദവികൾ ആവശ്യപ്പെടാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. അത് പുറത്തേക്ക് വന്നപ്പോൾ 5 മന്ത്രിസ്ഥാനം ഒന്നായി. എൻ്റെ കയ്യിൽ വീഡിയോ ടേപ്പ് ഉണ്ട്. ആയിക്കോട്ടെ. അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് 5 മന്ത്രിസ്ഥാനങ്ങൾക്ക് പുറമെ മുസ്ലിം ലീഗിന് 5 ലോക്സഭാ മണ്ഡലങ്ങൾ ആവശ്യപ്പെടാനുള്ള ശക്തിയുണ്ട് എന്നാണ്. ലോക്സഭാ മണ്ഡലങ്ങൾ ആവശ്യപ്പെടാനുള്ള ശക്തിയുണ്ടെന്ന് പറയുമ്പോൾ അത് ആവശ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. അവർ വീണ്ടും സമ്മർദ്ദത്തിലേക്ക് വരികയാണ്. ഒരു സമ്മർദ്ദവും ഇല്ല. ഒന്ന് UDF ഞങ്ങൾ പരസ്പര വിശ്വാസത്തോടും പരസ്പര ധാരണയോടും കൂടിയാണ് പ്രവർത്തിക്കുന്നത്.
കാരണം ഇതെല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാലേ ജയിക്കാൻ സാധിക്കത്തുള്ളൂ, റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് എല്ലാവരും തിരിച്ചറിയുന്നു. അതാണ്, അല്ലാതെ ആരുടെയെങ്കിലും കഴിവ് കൊണ്ടൊന്നുമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. UPA സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ വിജയിക്കാൻ സാധ്യതയുള്ള 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. 20 സീറ്റുകളിൽ മത്സരിക്കാനുണ്ടെങ്കിൽ 20 സീറ്റിലും ജയിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്ത് പ്രതീക്ഷയാണ് UDF? ഞങ്ങൾക്ക് ഇപ്പം 16 സീറ്റാണുള്ളത്. 16+ ആയിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന് ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ 16+ കിട്ടുന്നില്ലെങ്കിൽ അത് 2004 മോശം പ്രകടനത്തിന്റെ പേരിൽ AK ആന്റണിക്ക് രാജിവെക്കേണ്ടി അതല്ല, അത് വരട്ടെ, അതാണ് നടക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗ് 5 സ്ഥാനങ്ങൾ, 5 മണ്ഡലങ്ങൾക്ക് അർഹതയുണ്ട്. 5 മണ്ഡലങ്ങൾക്ക് അർഹതയുണ്ട്. കേരള കോൺഗ്രസ് ലയനത്തിന് ശേഷമുള്ള മഹാകേരള കോൺഗ്രസ് അവർക്ക് 2 സീറ്റ് വേണം. അല്ല, ഇതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. സോഷ്യലിസ്റ്റ് ജനത ഇതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. എല്ലാം ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിക്കും. അല്ല, ഇവർ സീറ്റ് ചോദിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വന്തം സീറ്റ് വിട്ടുകൊടുക്കാറില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പാർട്ടിയും ചോദിച്ചതല്ലേ? JSS ചോദിച്ചില്ലേ? CMP ചോദിച്ചില്ലേ? കുറെ കൂടി റിയലിസ്റ്റിക് ആയ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ UDF പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് പോട്ടെ, കേരള കോൺഗ്രസ് 2 സീറ്റിൽ കഴിഞ്ഞ തവണ അവർ മത്സരിച്ചാണ്. ഫ്രാൻസിസ് ജോർജും ജോസ് കെ മാണിയും രണ്ടുപേരും ഇപ്പോൾ പുര നിറഞ്ഞു കിടക്കുകയാണ്. ജോസ് കെ മാണിയും ഫ്രാൻസിസ് ജോർജും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ്. രണ്ടുപേരും 2 മുന്നണിയിൽ നിന്നുകൊണ്ടാണ് മത്സരിച്ചത്. ഒരു മുന്നണിയാണ്. പക്ഷെ അതിന്റെ 2 പാർട്ടികൾ ലയിക്കുന്നതിന്റെ പ്രത്യാഘാതം UDFന് ആയതുകൊണ്ടാണല്ലോ കോൺഗ്രസ് നേതാക്കൾ അന്നായ ലയനത്തെ എതിർത്തത്. അതിനെ ഓർത്ത് വിഷമിക്കേണ്ട, അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം. എനിക്കത് ഭയങ്കര വിഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസ്റ്റ് ജനതയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന ഒറ്റ കാരണത്താലാണ് അവർ UDFലേക്ക് വന്നത്. അവർക്ക് കോഴിക്കോടോ വയനാടോ കൊടുക്കേണ്ടി വരും. അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെയൊന്നും കാര്യം ഓർത്ത് വിഷമിക്കരുത്. ഞങ്ങൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് UDF ഞങ്ങൾ നല്ല ഓർഡറിലാക്കി ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പില്ല. എന്തായാലും ഈ ഗവൺമെൻറ് 5 കൊല്ലം ഭരിക്കും. UDF ഗവൺമെൻറ്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ പറയുന്നത് പിണറായി വിജയൻ ഒന്ന് ഞൊടിച്ചാൽ 3-4 MLA ഇപ്പോഴത്തേക്ക് വരും, ഉമ്മൻചാണ്ടി മന്ത്രിസഭ അട്ടിമറിയും എന്നൊക്കെയാണ്. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടെ ഔദാര്യത്തിലാണ് ഇപ്പം ഈ ഗവൺമെന്റ് നിൽക്കുന്നതെന്നാണോ ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അല്ല, അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണോ എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെയാണോ? ഇതൊക്കെ പിന്നെ ആദ്യം ഈ ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ പറഞ്ഞത് എന്താ? 2 MLA അങ്ങോട്ട് മാറിയാൽ വീഴുന്ന ഗവൺമെൻറ്റാന്ന് പറഞ്ഞു. ഈ 2 കൊല്ലത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഭൂരിപക്ഷം കുറഞ്ഞ ഒരു മന്ത്രിസഭയാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിട്ടില്ല, കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറവാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന കാര്യം ദില്ലിയിൽ ചേരുന്ന CPMന്റെ പോളിറ്റ് ബ്യൂറോയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയാണോ? അത് അവരുടെ പാർട്ടിയുടെ കാര്യം. പാർട്ടിയുടെ കാര്യമാണെങ്കിൽ പോലും VS അച്യുതാനന്ദൻ എന്നൊരു നേതാവിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകളെയും നിർണായകമായി സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ മാറ്റാതിരിക്കുകയോ ചെയ്യുന്നതിനോട് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം? എനിക്കൊരു അഭിപ്രായവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഭാഗത്തുള്ളവരുടെ ബലഹീനത കണ്ടുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാറില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനഭിപ്രായം പറയണം? എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ട് ഞാൻ പ്രതികരിച്ചില്ല. കാരണം അത് അവരുടെ കാര്യം, അവർ തീരുമാനിക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യം. വളരെ നന്ദി. എല്ലാ ഭാവുകങ്ങളും 2ാം വാർഷികത്തിന്.